ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് മായാമാളവ ഗൗള എന്നൊരു രാഗത്തെ പറ്റിയാണ്. മായാമാളവ ഗൗള നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതൊരു ഈ തുടക്കത്തിൽ സംഗീതത്തിൻ്റെ തുടക്കകാലത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു രാഗമാണ് മായാമാളവ ഗൗള. അതായത് നിങ്ങൾക്ക് ഏതൊരാൾക്കും കേട്ടിട്ടുണ്ടാകുന്ന സ്വരസ്ഥാനങ്ങളാണ് അതിൻ്റെത്. അപ്പോൾ ഈസിയാണ് അത്, കാരണം സ രി ഗ പ പ ധ നീ സ സാ നീ ധ പ മ ഗ രി സ. ഇത് ഏതൊരു സംഗീത അധ്യാപകൻ്റെ അടുത്ത് പോയാലും നിങ്ങൾ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് അതായത് മായാമാളവ ഗൗളയാണ്. അതായത് മായാമാളവ ഗൗളയിൽ ഇഷ്ടംപോലെ രീതിയിൽ സഞ്ചരിക്കാനുള്ളൊരു കഴിവുണ്ട്. അതായത് ജണ്ടവരിശകൾ, പിന്നെ അങ്ങനെ കുറേ വരിശകൾ, സരളി വർഷകൾ, അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ സരി 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 ഗമ സരി ഗമ പ നി സ സ നി സ നി സ നി ദ പ സ നി ദ പ മ ഗ രി സ. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മായാമാളവ ഗൗള എന്ന് പറയുന്ന ഒരു മഹത്തായ രാഗമാണ്. അത് 15ാം മേളകർത്താ രാഗമാണ്. അതായത് ജന്യരാഗമല്ല, അതൊരു മേളകർത്താ രാഗമാണ്, 15ാമത്തെ. അപ്പോൾ ഈ രാഗത്തിൽ പിന്നെന്താ പറയുക, ഒരുപാട് കീർത്തനങ്ങളുണ്ട്. അപ്പോൾ ഇതിന് കുറേ ജന്യരാഗങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനതിൽ കുറച്ചൊക്കെ പറയാം. പിന്നെ ലത എന്ന് പറഞ്ഞൊരു രാഗമൊക്കെ അതിൽ വരുന്നതാണ്. അതായത് മറ്റേ അങ്കും ഭാഗം പൂ, മറ്റേ ദേവാസുരത്തിൽ വരുന്നത്. അപ്പോൾ അതെല്ലാം ഈ രാഗമാണ്. പിന്നെ അതായത് മായാമാളവ ഗൗളയല്ല, അതിൽ ജന്യം വരുന്നതാണ്. പിന്നെ അതേപോലെ മലഹരി എന്ന് പറഞ്ഞൊരു രാഗമുണ്ട്. അതായത് പിന്നെ ഈ എന്താണ് മറ്റേ ശ്രീ ഗണനാഥ സിന്ദൂരാവർണ അരുണസാഗര കരിവദന ലംബോധര രഘുമിഖര. ഇതൊക്കെ അതിൽ വരുന്ന ഒരു രാഗമാണ്. അതായത് മലഹരി എന്ന് പറഞ്ഞൊരു രാഗത്തു നിന്നാണ്. അതിൻ്റെ ഒരു കീർത്തനമാണ് ഞാനിപ്പോൾ പാടിയത്. അപ്പോൾ ഇതിലൊരു സിനിമയിൽ ഈ ഒരു രാഗത്തിൽ വെച്ചൊരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പാട്ടല്ല, ഒരു കീർത്തനം പോലെ തന്നെ പ്രഭാതത്തിൽ. സർഗം എന്ന് പറഞ്ഞ സിനിമയിൽ മറ്റേ ഈ പാട്ടിട്ടുള്ള ഭൂലോക വൈകുണ്ഠ പൂര വാസനി ശ്രീരംഗ നായകനി ഭൂലോക വഴിക്കുള്ള ആ സാധകം ചെയ്യുന്നുണ്ട്. അത് രാവിലെ എഴുന്നേറ്റ് നെടുമുടി വേണു വിനീതനെ കൊണ്ട് സാധകം ചെയ്യിപ്പിക്കുന്നത് ഈ രാഗത്തിലാണ്. അതായത് മലഹരി മായാമാളവ ഗൗളേൻ്റെ ജന്യാണ്. അതിന് സരി ഗ മ ധ സ സാധ മ ഗ രി സ, ആരോഹണ ഇങ്ങനെയാണ്. നല്ലൊരു രാഗമാണ്. അപ്പോൾ നോക്കുക. പിന്നെ ഇതിൽ പിന്നെ വേറെ പാട്ടുകളൊന്നുമില്ല. അപ്പോൾ മായാമാളവ ഗൗള. അപ്പോൾ നിങ്ങൾ ദേവ കലയാമിതേ ശരണാംബുജ സേവനം, അതാണ് ഒരു പ്രധാന കീർത്തനം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ പിന്നെ ചില തില്ലാനാസൊക്കെ ഇതിലുണ്ട്. തത്തി തദ തെളു തകത, ഇതെല്ലാം മായാമാളവ ഗൗളയാണ്. അപ്പോൾ കീർത്തനസ് കുറേ ഉണ്ട്. അപ്പോൾ മലയാളത്തിൽ ഒരുപാട് ഒരുപാടൊന്നുമില്ല, എന്നാലും കുറച്ച് നല്ല പാട്ടുകളുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു പാട്ട്. പിന്നെ അതിലൊരു പാട്ട് എന്ന് പറയുന്നത്
മറ്റേ ഈ പാട്ടാണ്. അതായത് ഇതാണ് ഒന്നാമത്തെ പാട്ട് പാടുന്നത്. പവനരച്ചെഴുതുന്നു കോലങ്ങളിന്നും ലല ബാലകൃഷ്ണൻ സംഗീതം നൽകിയ വിയറ്റ്നാം കോളനിയിലെ പാട്ടാണ്. ലാലേട്ടൻ അഭിനയിച്ച ഒരു പാട്ടാണ്. വളരെ മനോഹരമായിരുന്നു അതൊരു ഒന്നാമത്തെ എന്ന് പറയാം. പിന്നെ അതുപോലെ ദാസേട്ടൻ പാടിയതായിരുന്നു അതുപോലെ കുറേ പാട്ടുകളുണ്ട്. അതേപോലെ പിന്നെ ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, അത് ലാജ സാറിൻ്റെ ഒരു പാട്ടാണ്. മഞ്ചരി പാടിയൊരു മനോഹരമായ സോങ്ങാണ് അല്ലേ. വിജയ് യേശുദാസും കൂടി പാടിയ ഒരു പാട്ടാണത്. മനോഹരമായിരുന്നു അതും മായാമാള കോളേജിലെ. പിന്നെയുണ്ട് പാട്ടുകൾ. പിന്നെ സിന്ദൂരരേഖയിൽ അതായത് സുന്ദര കിലാടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ദിലീപിൻ്റെയും ശാലിനീൻ്റെ ഒരു പാട്ടുണ്ട്. അതിൽ ല ല ല ല ല ല കുയിലേ ല ല ല ല ല ല കുയിലേ. അത് കുറച്ച് സങ്കടപ്പാട്ടാണ്, പക്ഷെ അത് ഈ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത്. അതുപോലെ തന്നെ മനോഹരമായൊരു പാട്ടായിരുന്നു ഔസേപ്പച്ചൻ. അത് ഔസേപ്പച്ചൻ്റെ സംഗീതം തന്നെയാണ്. ഔസേപ്പച്ചൻ്റെ സംഗീതത്തിൽ തന്നെ വർണ്ണം എന്ന് പറഞ്ഞൊരു പടമുണ്ടായിരുന്നു. ജയറാം, സുരേഷ് ഗോപി, രഞ്ജിനിയെല്ലാം അഭിനയിച്ചത്. അതിലൊരു മനോഹരമായ പാട്ടുണ്ട്. അത് ഭയങ്കര മനോഹരമായിരുന്നു. മറ്റേ ദളമർമരം ഒരു വിഷ്ണുബിന്ദുവായി ആറുന്ന വീതിയിൽ ദളമർമരം. മനോഹരമായൊരു സോങ്ങായിരുന്നു. അപ്പോൾ അതും ഇതിന് പെടുന്ന രാഗമാണ്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ ചിരി കണ്ടാൽ അതെല്ലാം മായാമുളകുകളെയാണ്. പിന്നെ അതേപോലെ ഹൃദയസഖി നീ അരിയിൽ വരൂ ലലലല അതൊരു രവീന്ദ്രൻ മാഷിൻ്റെ സോങ്ങാണ്. മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചൊരു സോങ്ങാണ്. പിന്നെ കുറേ ഉണ്ട്, അങ്ങനെ കുറേയൊന്നുമില്ല, എന്നാലും ഉണ്ട് ചില സോങ്സൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പിന്നെ എന്താണ് വർണ്ണക്കിളി വർണ്ണക്കിളി നല്ല പാട്ടായിരുന്നു. അത് മായാമാളകളിലാണ്. വേറെ പാട്ടുകളൊന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, എന്നാലും വളരെ മനോഹരമായ ഒരു രാഗമാണ്. സംഗീതത്തിലെ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് പാടുന്നൊരു രാഗമാണ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ്